ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? എല്ലാവരും ചോറ് കഴിഞ്ഞോ? മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. കർക്കിടക 1-ാം തീയതി ഇന്ന് രാമായണ പാരായണം, രാമായണ മാസമാണ്. രാമായണം വായിച്ച ദിവസമാണ്. മരുന്ന് തുടങ്ങി 1 മാസം. പിന്നെ ഇടിമരുന്ന്, കോഴിമരുന്ന്, ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കണ മാസമാണ്. ഇനി ഞാൻ ഇവിടുന്ന് പറയും, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞങ്ങൾ വരുന്നതിന് പോവാണ്. കൊച്ചിനെ അവിടെ, ഇവിടെ കൊച്ചിന്റെ ജീവൻ ഇരിക്കേണ്ട അവിടെയാണ്. ഇവിടെ നിക്കണമെന്നുള്ളൂ. കൊച്ചി പകുതി മനസ്സ് അവിടെ. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പാപ്പന്റെ കൂടെ അങ്ങോട്ട് നടക്കാം, തീ കുളിക്കുക, ജീപ്പ്. രാവിലെ വൈകുന്നേരം ഉച്ചക്ക് അപ്പാപ്പൻ വിളിക്കുമ്പോ ജീപ്പ് കാണിച്ചു കൊടുക്കാൻ പറയും. അത് വല്ലവരും കൊണ്ടുപോയോ എന്നുള്ളതാണ്. കൊച്ചി എവിടെ കാണാന്ന് പറയാ അവരോട്. ഇവിടെ ഞാൻ ഇവിടുന്ന് പോവാണ്. ഉച്ചക്ക് ഞാൻ പോണേൽ സങ്കടമുണ്ടോ? അതെ, ഇത്ര ദിവസം അതല്ല, കൊറേ ദിവസം ഇങ്ങനെ വന്ന് പോകുമ്പോ കുഴപ്പമുണ്ടായില്ലേ. ഇനി ഇവിടെ എല്ലാവരും പോയി കഴിയുമ്പോ ഇവിടെ പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ ഞാൻ പണ്ടത്തെ പോലൊക്കെയായി. ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. ശരിയേട്ടാ, എത്ര ദിവസമായി വന്നിട്ട്. പക്ഷെ എത്ര ദിവസം അറിയണേ ഇല്ല. 2 ആഴ്ചയില്ല. ഇപ്പൊ 2-ാം തീയതി അത് ബാഗിക്ക് വെച്ചോ. ആ, അധികം ഡ്രസ്സുകൾ മടക്കാനുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നു പോയി. എന്റെ പൊന്നെ, അമ്മിച്ചുള്ളവരും പിന്നെ പ്രശ്നമില്ല മടക്കി വെക്കാൻ. എന്തിട്ട് പിള്ളേരാ നിങ്ങൾക്ക് അവിടെ പോയിരുന്നാ പോരാ? സഹായകൻ നിന്റെ തല കൂട്ടവിടെ നിന്നോ? അമ്മാമിക്ക് കൂട്ടിന് ഇണ്ടുട്ടാടാ. നിക്കടാ, ചാർജർ പിടിച്ചിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ ഇനി കുറച്ച് മുഷിഞ്ഞ ഡ്രസ്സും കൂടി ഉണ്ട്. അത് ഞാൻ സെറ്റ് ഫിനിഷ് പൂവായി. ഇനി എന്തിട്ടാണോ മറന്നേക്കണേ? 2 ആഴ്ച കഴിഞ്ഞ അത് പലതും വിചാരിക്കും. ഇടാ, ആ അങ്ങനെ കാണിച്ചാൽ അതിനെ കൊണ്ടുപോയില്ല കേട്ടാ. കുറുമ്പ് കാണിച്ചാൽ അതിനെ കൊണ്ടുപോയില്ല. സോറി മാനിയൻ. ഒരാള് ഡ്രസ്സ് മാറിയിരിക്കട്ടാ. നേരത്തെ ഡ്രസ്സ് മാറിയിരിക്കുന്നു പോണെന്ന് കൊച്ചിന്. കുളിച്ച് കഴിഞ്ഞപ്പോ കൊച്ചിന് അപ്പൊ ഡ്രസ്സ് മാറണം. ഇപ്പൊ മാറണ്ടടാന്ന് പറഞ്ഞാ കേക്കണ്ടേ? എല്ലാവരോടും എന്തെങ്കിലും പറയാനുണ്ടോ? കൊറേ നാളത്തേക്ക് എന്നെ കാണില്ല. അപ്പൊ നിങ്ങളൊക്കെ എന്റെ അന്വേഷണങ്ങൾ അന്വേഷിച്ചോളൂ, എന്നെ വിവരങ്ങൾ അന്വേഷിച്ചോളൂ, ഞാൻ മെസ്സേജ് അന്വേഷണങ്ങൾ അന്വേഷിച്ചോളൂ. പിന്നെ അവള് ഇത്രയും ദിവസം നിന്നിട്ട് ദിവസം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോ കുറച്ച് ദിവസം വലിയ പാടായിരിക്കും. കൊച്ചങ്ങൾ പോയിട്ട് ആറ്റുമില്ല, എനിക്കില്ല, സമയം പോണെന്ന് അറിയണില്ല. എന്നിട്ട് വന്ന് നോക്കുമ്പോഴേക്കും മണി 12 മണി. ഇനത്തെ അംഗം വെട്ടൊക്കെ അമ്മാമ്മയുടെ അടുത്ത് അംഗം വെട്ട് ഇവിടുത്തെ അംഗം വെട്ട് കഴിഞ്ഞ് പോണ് വീരപ്പൻ. എന്നാലും ഞാൻ നോറ്റിനും ഭയങ്കര കുറുമ്പാണല്ലോ. കടിക്കില്ല പണി. പട്ടി കുഞ്ഞാണ് പറയാതെ. അല്ലാതെ ആയുസിനോട് പറയാ പുതിയ വീട്ടിലേക്ക് കാരൂരിൽ നിന്ന് വരന്തരപ്പള്ളി വീട്ടിലേക്ക് പോണ്. ഇനി എന്നെ വരന്തരപ്പള്ളിയിൽ കാണാം. പറയേ തല വാങ്ങിച്ചിട്ടാ നിന്റെ തല വെച്ചി എന്തിന്റെയോ തല, ചൂരയുടെ കേരയുടെ എന്താ തല, തലക്കറി പീസാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പറ്റിക്കാനുള്ള പരിപാടികളൊക്കെ പോവാ. ആദാപ്പാപ്പന്റെ ജീപ്പ് നോക്കിയിരിക്കാ. ജീപ്പ് വന്നത് നോക്കി. ആദാപ്പാപ്പന്റെ ജീപ്പ് വന്നത് നോക്കിയിരിക്ക. നീ എങ്ങടാ? നീ വരന്തരപ്പള്ളി നീക്കണ്ട. മമ്മയുടെ കൂടെ കാറിൽ എങ്ങടെ പോന്നേ? ഒല്ലൂക്ക് പോവാ. അമ്മാമിക്കാരാ? വേറെ വണ്ടി.
ഡാഡ മമ്മ വേറെ വണ്ടി. ഓക്കെ, ഞാനാ പാപ്പന് വേറെ വണ്ടി. എത്ര വണ്ടി വേണം? മഴ ദിവസം ട്ടാ. അബ്രുവിന്റെ പെപ്പ് എടുത്താടാ. ദേ കിടക്കണ് അബ്രുവിന്റെ പെപ്പ്. അബ്രുവിന് പെപ്പ് ഇടണെന്ന്. അതിന്റെ പെപ്പ് കിട്ടിയ 2 എണ്ണം. ഒരെണ്ണം എന്തിയേ? അവിടെ അതിന്റെ ഉള്ളി കിടക്കണ. അതാ ചെരുപ്പുണ്ടേ. അബ്രുവിന് ഇടണ ഡ്രസ് മാറിയ പിന്നെ മിണ്ടണേ ഇല്ല. അതിന് നീ ഡ്രസ് മാറണില്ലേ? ഇതെടാ അവിടെ കൊടുത്തടാ. അച്ചു കൊടുത്തടാ. അയ്യാതെ മാത്രം പൊട്ട കുട്ടിയേക്ക ഉമ്മ കൊടുക്ക. പിന്നെ വരാന്ന് പറയും. നാളെയാ കേറേ. വീട്ടിൽ വന്നിട്ട് കേറടോ. നിടാടാ വണ്ടി എടുക്കണ്. അകത്തേക്ക് കേറടോ. ആ അപ്പൊ നിന്നെ ഞാൻ വിളിച്ചതല്ലേ? നീ എന്തിട്ട് അന്വേഷിക്കണേ? ചെല്ല്. റോട്ടി വീണതാന്ന് പറഞ്ഞേ അപ്പാപ്പനോട്. അതാ പറഞ്ഞിട്ട് കാര്യം. അവൻ അടിച്ചടിച്ചൊടിക്കുന്നത് മറന്നു. ഇവരെ മറന്നിട്ടൊന്നുമില്ല. അത് ഉറക്കത്തിന് അവര് കളിക്കുന്ന കണ്ടിട്ട് ഒരു സമാധാനം ഇല്ലാത്ത. നിന്നെ തട്ടിയിടോ 2 പേരും കൂടി. അതിപ്പുറത്ത് ഹസിപ്പുറത്ത് കുടിക്കണേ. ചായ കുടിക്കാൻ വേണം. ഊർമ്മ വേണ്ട. ജീപ്പ്. ടാറ്റ. ഓക്കെ ബൈ. ടാറ്റ കൊടുക്ക. സിക്കി വണ്ടി എടുത്തു. ഉറങ്ങാനല്ലേ? അതാ ചെരുപ്പറിഞ്ഞില്ലേ? ആദ്യം പോണ്ട. പൊക്കോ. ഡാഡോട് പൊക്കോ. പൂലിയത് അതവിടെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോകും. വേണ്ട ഉച്ചകൾ ഇവിടെ ആക്കിയത് അസിക്ക് സന്തോഷായി. അറ്റോട് കാലത്തിനെ ബൈ. ആ ശരി ബൈ. ആന്റി പോയാ ടാറ്റ കൊടുത്ത. അതാ പോയിട്ടാ പോയി. നമ്മൾ പോന വഴിക്ക് അപ്പച്ചൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ അപ്പച്ചൻ്റെ കായ വറുത്തത്, പഴം, കൊള്ളി, കിഴങ്ങ്, വേറെ ഏതോ പഴം, എന്നിട്ടാണ്ട് പഴങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. അത് നല്ല കളിയാണ്. അവർ ഫുഡൊന്നും കഴിക്കാന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ല. അവർ പോയി. ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേ എന്തോ ഒരു സങ്കടം പോലെ, ഭയങ്കര സങ്കടം. നമ്മൾ ഇത്ര ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരുമ്പോൾ ഉണ്ടാവണ ഒരു വിഷമല്ലേ. ഞാൻ അമ്മച്ചിനൂടെ തല്ലുകൂടും, ഞങ്ങൾ തമ്മിൽ വീഡിയോ എടുക്കുമ്പോൾ തല്ലുണ്ടാവും, അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഏത് സമയം ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പിള്ളേരാണെങ്കിലും അമ്മാമ്മയെന്ന് പറഞ്ഞ് പിന്നാലെ എടുക്കും. അങ്ങനെയൊക്കെ പോന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് സ്നേഹമില്ല. ഞാനിട്ടല്ലാട്ടെ, ഇവർക്കും നല്ല സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു ഭയങ്കര സങ്കടം. ഇത്ര ദിവസം ചേട്ടായി ഉള്ളപ്പോഴെങ്കിൽ ഞങ്ങൾ പോവും, ഒരു ദിവസം അങ്ങനെ നിൽക്കും, തിരിച്ചു പോരും, അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ ഒരു 2 ആഴ്ച അടുപ്പിച്ച് ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അങ്ങനെ പോന്നപ്പോഴാണ് തോന്നുന്നു അമ്മച്ചിക്കാണെങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു. അമ്മച്ചി സത്യത്തിൽ കരയാറായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറയായിരുന്നു, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് കരയായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇപ്പോൾ ചേട്ടനും നാത്തൂനും ആ വഴി തൃശ്ശൂർക്ക് പോയി, ഞങ്ങളും ഇങ്ങോട്ടും പോന്നു. കൊച്ചു ഹസിക്കൂട്ടനും നിന്നില്ല. ഹസി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് കുറച്ച് സങ്കടം കുറവുണ്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷെ
അവിടെ നിന്നില്ല. ഞങ്ങളും പോന്നു. വീടാകപ്പാടെ ഉറങ്ങിയ അവസ്ഥയാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഭയങ്കര വിഷമം. അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് പറയാൻ വേണ്ട. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺമക്കള് വിസിറ്റേഴ്സിന്റെ പോലെ പോയി നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞൊരു അതിഥികളാണ്. നമ്മൾ അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരാ, അതന്നെ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരാ. കാരണം നമുക്ക് ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയുണ്ട്. അവിടെ ആണെങ്കിൽ അവിടെ ഹസ്സിണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ആരുള്ള, ഇവിടെ ആരും ഇല്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ സത്യത്തിൽ ആരും ഇല്ല. ഇവർക്കും നേരം പോകണില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ അപ്പച്ചനെയും അമ്മച്ചിനെയും നോക്കണം, അവിടുത്തെ അപ്പച്ചനെയും അമ്മച്ചിനെയും നോക്കണം. പിന്നെ ആദംകുട്ടനെ സത്യത്തിൽ അവിടെ നിൽക്കണേൽ ഇഷ്ടം ഇവിടെ നിൽക്കണതാ. അവിടെ അവനെ അടച്ചുപൂട്ടി ആകെപ്പാടൊരു വീർപ്പുമുട്ടലാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കളിക്കും. അങ്ങനെ അവനിപ്പോ വന്ന് ഇവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കളിക്കായിരുന്നു കേട്ടാ. ഇനി എന്നാ വന്നേ, ഇനി അടുത്ത എന്നാ വന്നേന്ന് ചോദിച്ചിട്ടാണ് അമ്പിച്ചിരിക്കണേ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അടുത്തൊന്നും വരില്ല, ഇനി ഓണാവട്ടെ, ഓണത്തിന് വരാന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. ഇനി അറിയില്ല, ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ പോവും, അല്ലെങ്കിൽ പോവില്ല. ചിലപ്പോ പോവും, ചിലപ്പോ പോവില്ല. നമുക്ക് എളുപ്പമല്ല അങ്ങോട്ട് പോയി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൂരം ഉണ്ടല്ലോ. പിന്നെ ഇവരെ നമ്മളിപ്പോ കുറച്ച് ദിവസം കാടുറ്റി നിന്ന് അവിടത്തോട് സെറ്റായി, അവിടുത്തെ കാര്യങ്ങളോട് ഇവർ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരെ ഉറക്കം കാര്യങ്ങളും ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ആകപ്പാടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടുപേരും സെയിം ടൈമിൽ കിടന്നുറങ്ങിയ കുഴപ്പമില്ല, ചിലപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം അതൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നമുക്ക് പോയി വരാൻ പറ്റില്ല. കുറച്ച് ദിവസം അവിടെ നിന്നു, ഇനി കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം, കുറച്ച് ദിവസം അങ്ങോട്ട് നിൽക്കാം. ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ആ വരതിരിപ്പള്ളിക്ക് എത്തി. ഇവിടെ എന്റെ സൈക്കിൾ ഉണ്ടാ, പിന്നെ എന്തിട്ടൊക്കെയുള്ള കാറുണ്ട്. ആദ്യം ഹാപ്പിയാണോ? ആ പിന്നെ ആ കാറ് കാണിച്ചു തരാടാ. ദേന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല, എടുത്ത് കൊണ്ടുവന്നാലേ ഗൈസ് കാണുള്ളൂ. ഓടിച്ചല്ലേ ദേ അവര് വണ്ടി പിടിക്കാൻ പോണ്. അകത്തേക്ക് കയറാൻ നേരില്ലേട്ട് ഒരുക്കുന്നേ. ദേ കൊച്ചിന്റെ കാറ് അമ്മേ പൊക്കി കാണിക്കണ്ട. ദൈവമേ, കൊച്ചിന്റെ കാർ ഇവിടെ ഉണ്ട്. മതി ഇതായിട്ട് വെച്ചോ. എന്ത് പറ്റി നിനക്ക്? അവര് ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ അകത്തേക്ക് കയറണില്ല, ഇങ്ങനെ നടന്നോണ്ടിരിക്കും. ഇത്ര നേരം ചെരുപ്പിട്ട് നടക്കായിരുന്നു. ഇപ്പൊ ചെരുപ്പെടുത്ത് വെച്ചു വീഴും കണ്ട പോണോക്കി. ആ ചോയ്ക്കി എല്ലാവർക്കും നല്ല ഇവിടെ നല്ല വെയിലാന്ന്. അയ്യോ, ഇത്ര നേരം മഴ ഉണ്ടായാ? നമ്മള് വന്നപ്പോ മഴ പെയ്യുണ്ടായില്ലേ? ആ ഇപ്പൊ വെയിൽ വന്നതാ. അല്ല കുഞ്ഞോ, ഇവിടെയാണ് കാടൂറ്റിന് ഇഷ്ടം. കാടൂറ്റി ഇഷ്ടല്ലേ? എവിടെ ഇഷ്ടം? പിന്നെ ആ കൊച്ചിന് ഇവിടെ വിശ്വംബര അപ്പാപ്പന്റെ കടയിൽ ജംസ് മിഠായി ഉണ്ട്, അത് വാങ്ങിക്കാൻ കൊച്ചി പോയിട്ടുണ്ടായി അപ്പാപ്പന്റെ കൂടെ. അല്ലേ പെൺകുട്ടനെ ഇവിടെ വന്നപ്പോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡ്സില്ലേ, അത് കുറച്ച് അവന് മറ്റേ കബോർഡിന്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോ തുടങ്ങി അതുകൊണ്ട് പാപ്പം വാങ്ങിക്കാൻ പോവാ, കോഴി വാങ്ങിക്കാൻ പോവാ, പോക്കച്ചി വാങ്ങിക്കാൻ പോവാ. അല്ലാതെ എന്നിട്ടൊക്കെ വാങ്ങിക്കാൻ പോയേ. നീ പോണ്ടാ, നീ ഇവിടെ നിന്നാ കുറുമ്പ് കാണിച്ചിട്ട്. നേരെ വയ്ക്കി തൊപ്പി കുഞ്ഞ കണ്ണ് കാണില്ല, അതാണ് അങ്ങോട്ട് വെച്ചേ. ഫോണടിക്കട്ടെന്നാ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you.